എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ് നാളെ അവസാനിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇതുവരെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നത് വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ വ്യൂ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ പോകുന്നതാണ്. അവിടെ നിന്നും നിങ്ങൾ അലോട്ട്മെൻറ്റ് പരിശോധിച്ച് ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അതിനുശേഷം അവിടെ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. ഒന്ന് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ളത്, രണ്ടാമത്തെ ചലാൻ വഴി പേയ്മെൻറ്റ് ചെയ്യാനുള്ളത്. ഓൺലൈൻ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, അതുപോലെ UPI എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസുകൾ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടാണ് എങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ചലാൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചലാൻ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴി നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. നിങ്ങൾ എത്ര രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് എന്നുള്ളത് ആ ഒരു ചലാനിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 ഹവേഴ്സിന് ശേഷമായിരിക്കും നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങളുടെ പ്രൊഫൈലിൽ വരിക. അത് നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ ചെയ്ത ശേഷമുള്ള പേജിൽ സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആ ഒരു പേജിൽ വന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ നിരവധി സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് AMCS FNCKയിലോ PNC മേഖലോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, അപ്പോൾ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ LBSലും ആ ഒരു സെയിം കോളേജ് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യണോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് AMCS FNCKയും PNC മേക്കും സെപ്പറേറ്റ് ഏജൻസികളാണ്. അതുപോലെ തന്നെ LBSും സെപ്പറേറ്റ് ഏജൻസികളാണ്. അതുകൊണ്ട് തന്നെ AMCS FNCKയിലോ PNC മേഖലോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ LBS വഴി അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഒരു വിദ്യാർത്ഥി ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു കാര്യം ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് AMCS FNCKയിലോ PNC മേഖലോ ഒരു കോളേജിൽ കിട്ടി, ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തു, എന്നാൽ അഡ്മിഷൻ എടുത്തിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥി LBSൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫീ പേയ്മെൻറ്റ് ആ ഒരു സെയിം കോളേജിൽ തന്നെയാണ് കിട്ടിയതെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഇങ്ങോട്ടേക്ക് മാറ്റുമോ എന്നുള്ളത് ഒരിക്കലും മാറ്റുന്നതല്ല. കാരണം LBSും AMCS FNCKയും PNC മേക്കും ഇവ മൂന്നും സെപ്പറേറ്റ് ഏജൻസികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് LBS വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട അടുത്ത ഒരു കാര്യമാണ് വിദ്യാർത്ഥികൾ ചോദിച്ചത്. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ്. ആ ഒരു കോളേജ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, അങ്ങനെയെങ്കിൽ ഫസ്റ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ കാര്യം മനസ്സിലാകും. അതായത് നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അതായത് 5ാമത്തെ ഓപ്ഷനിലാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ആ ഒരു സീറ്റ് നിങ്ങൾക്കായിട്ട് കൺഫേം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്ത സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുള്ള ഓപ്ഷനുകൾ 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനുകളാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ 5ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്. എന്നാൽ നിങ്ങൾക്ക് അടുത്ത സെക്കൻഡിലോ തേർഡിലോ മറ്റൊരു അലോട്ട്മെൻറ്റ് മറ്റൊരു കോളേജ് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ ഹയർ ഓപ്ഷൻസ് നിലനിർത്തിയിട്ടുണ്ട് എന്ന് കരുതുക.
അപ്പോൾ സെക്കൻഡിലോ തേർഡിലോ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി. ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോളേജ് നിങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ആദ്യം ലഭിച്ച ഈ ഒരു അഞ്ചാമത്തെ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് ഒരിക്കലും ജോയിൻ ചെയ്യാൻ പറ്റുന്നതല്ല. അതായത് നിങ്ങൾക്കിപ്പോൾ പിന്നീട് വരുന്ന സെക്കൻഡിലോ തേർഡിലോ മറ്റൊരു ഓപ്ഷൻ, അതായത് ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന പക്ഷം നിങ്ങൾ ആദ്യം അടച്ച ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഇങ്ങോട്ടേക്ക് LBS സെൻറ്റർ ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് പിന്നീടുള്ള അഡ്മിഷൻ ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷനിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ, അതായത് ആ ഒരു കോളേജ് തന്നെ മതി, ഇനി മറ്റൊരു കോളേജ് നോക്കുന്നില്ല എന്നുള്ളൊരു വിദ്യാർത്ഥി ആണ് എങ്കിൽ നിങ്ങൾ LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത ശേഷം ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ബാക്കിയുള്ള ഓപ്ഷൻസ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് വേണ്ട എന്നാണെങ്കിൽ റിമൂവ് ചെയ്ത ശേഷം അത് സേവ് ചെയ്യുകയും അതുപോലെ തന്നെ ആദ്യം തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നിങ്ങൾ അടച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ആയിട്ടുള്ള 1 മുതൽ 4 വരെയുള്ള ഓപ്ഷൻസ്, ഇതൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ് 1 മുതൽ 4 വരെ എന്ന് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുന്ന ഓപ്ഷനാണ് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ കാണാൻ പറ്റുക. അത് വേണ്ട എന്നാണെങ്കിൽ റിമൂവ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, ഈ ഒരു LBS വഴി നിങ്ങൾക്ക് CPASൽ അലോട്ട്മെൻറ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ ഇപ്പോൾ CPASൻ്റേത് വന്നിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ CPASൻ്റേത് നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് മുതൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് CPASൽ അലോട്ട്മെൻറ്റ് അടുത്ത അലോട്ട്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, അഡ്മിഷൻ എപ്പോഴാണ്, അതായത് ഈ ഒരു LBS വഴി അതായത് ഈ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത്. കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കോളേജിൽ പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു സംശയമായിരുന്നു, കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് LBSൻ്റെ അതായത് LBS സെൻ്ററാണ്. അപ്പോൾ LBSൻ്റെ കാര്യത്തിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. നിലവിൽ നിങ്ങൾ ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാനായിട്ട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതുള്ളൂ. കാരണം തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുള്ളൂ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ മാത്രം നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്താൽ മതി. അല്ലാതെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നഷ്ടപ്പെടുന്നതായിരിക്കില്ല. അത് PNC മാക്കിൻ്റെയോ AMCS FNCKയുടെയോ കാര്യത്തിൽ മാത്രമാണ്. അത് LBS സെൻറ്ററിൻ്റേതാണ് എങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് ജോയിൻ ചെയ്യേണ്ടത്. അതായത് AMCS FNCKയും തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ജോയിൻ ചെയ്യേണ്ടത്. അത് PNC മാക്കിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, LBSൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് കോളേജ് ജോയിനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, ഇപ്പോൾ അടച്ച ഫീസ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, റീഫണ്ട് കിട്ടാനായിട്ട് കുറേ ലേറ്റ് ആവാറുണ്ട്. അഡ്മിഷൻ അതായത് അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് റീഫണ്ട് റിക്വസ്റ്റിനായിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് പേജിൽ ലിങ്ക് വരുന്നതും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് നൽകാവുന്നതുമാണ്. അതിനുശേഷം ഏകദേശം ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പൈസ റീഫണ്ടായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം വരെ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അലോട്ട്മെൻറ്റ് ലഭിച്ച് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാകുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ 24-ാം തീയതിക്കകം വിദ്യാർത്ഥികളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതില്ല. ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം കോളേജ് ജോയിനിങ് ഡേറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ പുതുതായിട്ട് വന്നിട്ടുള്ള BA SLP കോഴ്സ് ആവശ്യമുള്ള വിദ്യാർത്ഥികൾ മാത്രം ഓപ്ഷൻസ് ആയിട്ട് നൽകുക. അതുപോലെ നിങ്ങൾ നൽകിയിട്ടുള്ള അതായത് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ബാക്കിയുള്ള ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് വേണ്ട എന്നാണെങ്കിൽ റിമൂവ് ചെയ്യാനും വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.